ഇഷാൻ കിഷനെ പുകഴ്ത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇഷാൻ കിഷൻ ഏറ്റവും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര മത്സരത്തിലും അന്താരാഷ്ട്ര മത്സരത്തിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ്. അതുകൊണ്ടാണ് സന്നാഹ മത്സരത്തിൽ ഇഷാനെ ഓപ്പണറാക്കിയതെന്നും സൂര്യകുമാർ യാദവ് പറയുകയാണ്. जैसा क्रिकेट उसने खेला है अभी लास्ट 5 T20 में, वो तो अभी इंटरनेशनल गेम थे इसलिए इतना उठ के दिखा, बट जो आप देखोगे अगर वो जो डोमेस्टिक क्रिकेट भी खेल रहा था, मुश्ताक अली ट्रॉफी जो T20 होती है हमारी, उसमें भी उसने ऐसा ही बैटिंग किया था और उसने सेम चीज़ आके यहाँ पे कैरी किया. भले से ओपन या 3 नंबर पे उसको अपॉर्चुनिटी मिला एंड कल वार्म अप गेम में उसने ओपन किया, तो मैं उम्मीद करता हूँ कि वो ऐसे ही बैटिंग करे. जो भी पोजीशन पे वो खेले, 3 से नीचे तो खेलेगा नहीं, बट लेकिन वो अपॉर्चुनिटी जो भी आएगी उसको वो ऐसे ही बैटिंग करेगा. ജയേഷ് പൂക്കട്ടൂരാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത്. ജയേഷ്, മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായി? ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു? വെരി ഗുഡ് ഈവനിങ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ അവസാന വട്ട പരിശീലന സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇഷാൻ കിഷൻ തന്നെയായിരുന്നു നെറ്റ്സിൽ ഇന്ന് കൂടുതൽ സമയം ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇഷാൻ അഭിഷേക് കൂട്ടുകെട്ട് തന്നെയായിരിക്കും ഓപ്പണിംഗിൽ USA-ക്കെതിരായ നാളെ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തർക്കമൊന്നുമില്ല. അതിൽ തന്നെ എടുത്തു പറയാനുണ്ടായിരുന്നത് ഇഷാൻ കിഷനെ വലിയ രീതിയിൽ തന്നെയായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പുകഴ്ത്തിയത്. ഇഷാന്റെ ഡൊമസ്റ്റിക്കിലെ പ്രകടനങ്ങൾ ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് ഇന്ത്യ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്നാഹ മത്സരത്തിൽ അദ്ദേഹത്തെ ഓപ്പണറായിട്ട് തന്നെ ഇന്ത്യ പരിഗണിച്ചത്. ലോകകപ്പിലും അത് തന്നെയായിരിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു ടീമിനെയും എഴുതി തള്ളുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് ഇന്ത്യൻ ടീമിൽ, ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ബാക്കി 3 ടീമുകളും താരതമ്യേന ദുർബലരാണല്ലോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു എല്ലാ ടീമിനെതിരെയും കൃത്യമായ സ്ട്രാറ്റജിയും പ്ലാനും ഉണ്ടായിരിക്കുമെന്നുള്ള സൂചന തന്നെയാണ് സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ത്യയുടെ പ്രാക്ടീസ് സെഷനിലേക്ക് നോക്കുമ്പോൾ ഇഷാൻ കിഷനും ഒപ്പം തന്നെ ശിവം ദുബൈയും റിങ്കു സിംഗുമായിരുന്നു കൂടുതൽ സമയം ഇന്ന് ആദ്യം നെറ്റ്സിൽ ഇന്ത്യക്ക് വേണ്ടി പരിശീലനത്തിനിറങ്ങിയത്. പിന്നീട് തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പിന്നീടാണ് നെറ്റ്സിൽ പരിശീലനത്തിനിറങ്ങിയത്. സഞ്ജു സാംസൺ, എടുത്തു പറയാനുള്ളത് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് നെറ്റ്സിൽ ബാറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഫീൽഡിന് ആദ്യത്തെ ഒരു 10 മിനിറ്റ് മാത്രമാണ് ഫീൽഡിൽ പോലും ഇറങ്ങിയിരുന്നത്. പിന്നീട് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യത്തെ 11-ൽ പ്രത്യേകിച്ച് നമുക്ക് ആശങ്കകളുടെ കാര്യമൊന്നുമില്ല. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തന്നെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 3-ാം നമ്പറിൽ തിലക് വർമ്മയായിരിക്കും വരിക. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ് അടക്കമുള്ള ശിവൻ ദുബൈയും ഹർദിക് പാണ്ഡ്യയും അടക്കമുള്ള വെടിക്കെട്ട് താരങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ USA-ക്കെതിരായ ഉദ്ഘാടന മത്സരത്തിനായി കാത്തിരിക്കുന്നത്. നാളെ രാത്രി 7 മണിക്കാണ് ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യ USA പോരാട്ടം. ശരി, ജയേഷ് പൂക്കട്ടൂരാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ശരത്തുമുണ്ട്.